ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ സുനന്ദാറിൻ്റെ ട്രിപ്പിൾ വൈബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. മഴയൊക്കെയാണ്, അതുപോലെ ലോക്ക്ഡൗൺ ആണ്, കൊറോണ കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല സേഫായിട്ട് ഇരിക്കുക കേട്ടോ, വീട്ടിൽ തന്നെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്, ഒരു ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അത് ഇപ്പോൾ എന്തായാലും നമ്മൾ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് പോകാൻ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മേടിക്കാനൊക്കെ പേടിയായിരിക്കും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് കടയിൽ കിട്ടുന്ന ബേക്കറിയിൽ കിട്ടുന്ന അതേ സാധനങ്ങൾ നമ്മൾ വീട്ടിൽ നമുക്ക് എന്തൊന്ന് ട്രൈ ചെയ്ത് വിടാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെയാണ് ഒരു ചിക്കൻ പൊട്ടാറ്റോ റോൾ പോലെയാണ്. അതായത് നമ്മൾ ചിക്കൻ റോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ബ്രെഡ് റോൾ എന്ന് പറയില്ലേ, ബ്രെഡ് ചിക്കൻ റോൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾ ഫില്ല് ചെയ്തിട്ട് ഒരു റോൾ ഉണ്ടാക്കാനാണ് ഇന്ന് പോണത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ റിവ്യൂവിനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു പ്രശ്നം അങ്ങനെ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാം അങ്ങനെ കുറച്ച് ഡിലേ വരികയാണ്, നമുക്ക് സാധനം കയ്യിൽ കിട്ടാൻ ഡിലേ വരികയാണ്. അപ്പോൾ 2-3 പ്രൊഡക്റ്റ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഡിലേ വരിക കാരണം തന്നെയാണ് നമുക്ക് വീഡിയോ കുറച്ചിങ്ങനെ ഒരു ബ്രേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടാണ് പറയണത്. അപ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടാവും നമ്മൾ ഓരോ വീഡിയോ, ഇപ്പോൾ ബ്യൂട്ടി കൺസെപ്റ്റ്സ് ഇടുന്ന വീഡിയോ ഒക്കെ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഏത് ടൈപ്പ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ആ ഒരു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യണമായിരിക്കും. നമുക്ക് കുറച്ച് ഇപ്പോൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള എല്ലാവർക്കും ഇപ്പോൾ കടയിൽ പോയിട്ട് സാധനങ്ങൾ റിവ്യൂ അങ്ങനത്തെ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അത് വാങ്ങിക്കാൻ അഫോർഡബിൾ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ DIY ആയിട്ടും, അതായത് നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട്, ഇപ്പോൾ നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട്, ഇപ്പോൾ ഫേസ് വാഷ് ആയാലും ഫേസ് ടോണർ ആയാലും അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കട്ടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ എന്താണ് വേണ്ടതെന്നുള്ളതും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടും അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇനി അടുത്ത വീഡിയോ വേണ്ടതെന്നുള്ളത് നമ്മുടെ കമൻറ്റിൽ അറിയിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്കത് കാണിക്കണമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അങ്ങനെ നീട്ടി വലിച്ച് നിങ്ങളുടേതാക്കില്ല. നിങ്ങൾ പലരും എന്നോട് കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തു, ചേച്ചി ഒരുപാട് ഇങ്ങനെ ലാഗായി പോണു, നമ്മുടെ സംസാരം ഒരുപാട് ലാഗായി പോകണു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറയണത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മൾ പറയണ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് അങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ കാര്യത്തേക്ക് കടന്നു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. അതിനാണ് ഞാൻ അങ്ങനെ പറയണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ സാധനങ്ങൾ നമുക്ക് കടയിൽ പോയി വാങ്ങിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, നമുക്കും കഴിക്കാം. അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി അതും ഉണ്ടാവും കേട്ടോ വീഡിയോയിൽ. ബ്യൂട്ടീൻ്റെ കൂടെ തന്നെ അങ്ങനത്തെ കുക്കിങ്ങിൻ്റെ സ്നാക്സിൻ്റെ വീഡിയോസും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 3 എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിന് ആ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ്. ഉപ്പോ മഞ്ഞൾപ്പൊടി അങ്ങനെയൊന്നും ഇപ്പോൾ ഇടുന്നില്ല. ആദ്യം തന്നെ ഈ ഉരുളക്കിഴങ്ങിനെ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കുകയാണ്. കാരണം നന്നായി ഉടയ്ക്കണ പാകത്തിലാവണം. അപ്പോൾ ഒരു 4-5 വിസിൽ വരെ അടിച്ചോട്ടെ, കാരണം ചില ഉരുളക്കിഴങ്ങിന് കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റിന് അതങ്ങനത്തെ ഒരു ചോപ്പറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യണം. കാരണം ചെറിയൊരു ഇതാവണം. നമുക്കിങ്ങനെ അരിയണേക്കാളും നല്ല യൂസ്ഫുൾ ആയിട്ടൊരു ചോപ്പറാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ മേടിക്കാൻ പറ്റുകയാണെങ്കിൽ വാങ്ങിച്ചോളൂ. കാരണം നല്ലൊരു ചോപ്പറാണ്. നമുക്ക് ഈ പച്ചക്കറിയൊക്കെ ഇതുപോലെ ഉപ്പേരിക്കൊക്കെ അരിയുമ്പോൾ നല്ല ഇതിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വെജിറ്റബിൾസൊക്കെ കട്ടായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഉള്ളി ഇതുപോലെ അരിഞ്ഞ് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. എല്ലാം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ നമുക്ക് ഏത് സൈസിൽ വേണം അതുപോലെ ആവും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യാരറ്റ് റെഡിയാവും. ചെറിയ കഷ്ണങ്ങളായിട്ട് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുണ്ടോ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റിനെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഉള്ളി നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളീനെ ഇതുപോലെ ക്രഷറിലിട്ടിട്ട് നമ്മൾ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ആ ചോപ്പറിലിട്ടിട്ട് തന്നെ ഒന്നുകൂടി 2-3 പ്രാവശ്യം വലിച്ചാണ് ഇപ്പോൾ ഈ കട്ട് ചെയ്തിട്ട് കാണുന്നത്. അതെനിക്ക് ഇതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല, കട്ട് ചെയ്തിട്ട് ഇടുന്നത് ആഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് ഇത് കാണിച്ചത്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് അതൊക്കെ മാറ്റി വയ്ക്കുക കേട്ടോ. നമ്മൾ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി
ഇഞ്ചിയും ക്രഷ് ചെയ്തതും അതുപോലെ തന്നെ നേരത്തെ ക്രഷ് ചെയ്ത ക്യാരറ്റ് ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി നമുക്കൊന്ന് വെക്കുക. കാരണം നമുക്ക് ഏതൊക്കെ പച്ചക്കറി വേണം അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനിയിപ്പോൾ പട്ടാണി കടല ഉണ്ടോ നമുക്ക് അതൊക്കെ ഇടാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ബീൻസിൻ്റെ ആണെച്ചാൽ അതും ഇടാം. അപ്പോൾ നമുക്ക് കുറച്ച് ടേസ്റ്റ് കൂടും അങ്ങനെയൊക്കെ ഇട്ടാൽ തന്നെ. അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഇതാണ്, ക്യാരറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് മാത്രം എടുത്തത്. അപ്പോൾ ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ കുക്കർ അപ്പോഴേക്ക് 3-4 വിസിലടിച്ചിട്ട് 4 വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ സ്നാക്കിൻ്റെ മെയിൻ സാധനമായ നമ്മുടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് ബ്രെഡ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കിവിടെ കുറച്ച് ഒരു 5 പേർക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കറ്റ് മുഴുവൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മൾ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ഒരു 4 എണ്ണം ഒരുമിച്ച് വെച്ചിട്ട് അങ്ങനെ ഇതുപോലെ 4 സൈഡും കട്ട് ചെയ്തിട്ട് ആ ബ്രൗൺ കളർ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ മാറ്റി വയ്ക്കുക. വൈറ്റ് കളറും ബ്രൗൺ പോർഷനും നമ്മൾ വേറെ പ്ലേറ്റിലാക്കി മാറ്റി വയ്ക്കുക. നമുക്ക് ഈ ബ്രൗൺ കളർ നമുക്ക് വേറൊരു കാര്യത്തിന് ആവശ്യമുണ്ട്. Yeah, everybody knows that I'm breaking down. Everybody knows I ain't faking now. Everybody knows my heart's vacant now. Yeah, she hates me now, I made mistakes but now I don't ever wanna be alone. I don't really ever feel at home, on my own, in the zone. That's the only way I know, feeling low, about to blow back up. Here I never let the doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off best friends. I don't really understand myself. I don't really understand, need help. I don't wanna be left on the shelf. അപ്പോൾ ഏകദേശം എല്ലാ ബ്രെഡും ഇതുപോലെ നമ്മൾ അങ്ങനെ എല്ലാം ബ്രൗൺ വേറെ വൈറ്റ് വേറെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലത്തെ എല്ലാ ബ്രെഡും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ഒരു പാത്രം എടുക്കുക, അതിൽ കുറച്ച് കോൺഫ്ലോർ കുറച്ച് ഇടുക കേട്ടോ, കുറച്ചധികം ഇടുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. കോൺഫ്ലോർ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം. ഇതൊക്കെ നമുക്ക് ലാസ്റ്റിലേക്കാണ് ആവശ്യം. ലാസ്റ്റ് നമുക്കിത് വറുത്ത് കോരുന്നതിൻ്റെ മുമ്പ് ആവശ്യമായ കാര്യങ്ങളാണ് നമ്മളൊക്കെ റെഡിയാക്കി വെക്കണത്. ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കോൺഫ്ലവർ കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. നമുക്കൊരു മിക്സ് പോലെ റെഡിയാക്കാനാണ്. അപ്പോൾ ഞാനതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അത് മിക്സിയിൽ വെള്ളമൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബ്രൗൺ കളർ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ ആ ബ്രൗൺ കളർ നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയിൽ നന്നായി തുടയ്ക്കുക കേട്ടോ, വെള്ളങ്ങളൊന്നും പാടില്ല, എന്നാലേ നമുക്കത് അങ്ങനെ ഒരു പൊടിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനത് അടിച്ചെടുത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പൊടിയെ കിട്ടിയിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, അതാണ് ഇതിന് പറയുക, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ റെഡിയാക്കിയിട്ടുണ്ടല്ലോ. കാരണം പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് ആയിട്ടുണ്ട്, സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഒരു പാൻ വയ്ക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ പാൻ കണ്ടിട്ട് നിങ്ങളാരും ബോധം കെട്ട് വീഴുമൊന്നും വേണ്ട കേട്ടോ. കാരണം നമുക്ക് ഫ്രൈ പാൻ എന്ന് പറയണത് ഇതന്നെ ഉള്ളൂ എൻ്റെ കയ്യിൽ, മറ്റേതൊക്കെ കേട് വന്നു. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ എൻ്റെ ഉപ്പേരിയൊക്കെ വയ്ക്കണമെങ്കിൽ ഇതിൽ തന്നെ കേട്ടോ ഞാൻ വയ്ക്കുക. കാരണം അടി കുറച്ച് കനലുകൊണ്ട് തന്നെ അധികം അങ്ങോട്ട് അടി പിടിക്കില്ല. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഉള്ളിയും ഒക്കെ നമുക്ക് ഇതാക്കിയെടുക്കണം, നല്ല വഴറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഇട്ടത് പെരുംജീരകമാണ്. പെരുംജീരകം ഒന്നങ്ങോട്ട് മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ സവാള നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട്, അപ്പോൾ അത് നമുക്ക് ഈ ഇതിലേക്ക് ഇടണം, ഈ എണ്ണയിലേക്ക് ഇടണം മൂപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മല്ലിയില നമുക്ക് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഒരു ഫ്ലേവറിനൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും എല്ലാം കൂടി നമുക്ക് അതിൽ ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക കേട്ടോ. ആ ഉള്ളിയുടെ ഒരു ബ്രൗൺ കളറൊക്കെ ഉള്ളിക്ക് വരുമല്ലോ നമ്മൾ കുറച്ചങ്ങോട്ട് വഴറ്റുമ്പോൾ. അപ്പോൾ അതങ്ങോട്ട് ആവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഇടേണ്ട ടൈമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക, ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. കാരണം ക്യാരറ്റ് എന്തായാലും പെട്ടെന്ന് വേവും, എന്നാലും നമ്മൾ ചെറുതായി അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് വേവും. നമുക്ക് അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ. ഇനി നമുക്ക് 2-3 മസാലപ്പൊടി ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ഇടുക മഞ്ഞൾപ്പൊടി. ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
എന്നിട്ട് നമുക്ക് ഞാനിവിടെ ചില്ലി പൗഡറൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ, മുളക് പൊടി അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കണില്ല. കാരണം കുറച്ചും കൂടി നല്ലത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇടുന്നത് ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ അത് വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാലയാണ്, കടയിൽ നിന്ന് മേടിച്ച പാക്കറ്റല്ല. അപ്പോൾ ഗരം മസാല ഇടുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഓരോരോ മസാല ഇട്ട് ഇതുപോലെ ഇളക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടൊന്ന് അത് ഒരു ടേസ്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അതിന് ശേഷം നമുക്ക് ഞാൻ ഇടാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി അതും ഇവിടെ തന്നെ പൊടിച്ച് വെച്ചതാണ് നമ്മൾ. അങ്ങനെ ഒരുവിധം എല്ലാ കറിയിലും അങ്ങനെ കുരുമുളക് പൊടിയാണ് കൂടുതൽ യൂസ് ചെയ്യുക. നമ്മൾ മുളക് പൊടി അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന കറികളിൽ അങ്ങനെ കൂടുതലും മുളക് പൊടി ഉപയോഗിക്കില്ല, കൂടുതലും കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുക. അപ്പോൾ അതും കൂടി നമുക്കൊരു ആവശ്യത്തിന് വേണ്ടത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ ഇത് സ്മാഷ് ചെയ്യണമെന്നും കാണിച്ചില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും പറയാമല്ലോ ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉടയ്ക്കുക എന്നുള്ളതൊക്കെ. ഒരു കയ്യിലെടുത്തിട്ട് ഉടയ്ക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചില്ല. ഒക്കെ റെഡി ആയിട്ടുണ്ട്, ഒക്കെ റെഡി ആക്കിയിട്ടില്ല. ഇനി അത് നമുക്ക് ഈ മസാല മിക്സിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക, എല്ലാവിടെയും എത്തണം. പിന്നെ ഉള്ളി വഴറ്റുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഉപ്പ് വേണമെന്ന് നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണ്ടതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് നമുക്ക് ആരും അളവ് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഒരു ഏകദേശം നമുക്ക് വേണ്ടത് നമുക്ക് ടേസ്റ്റ് നോക്കി അറിയാമല്ലോ ഉപ്പ് എത്ര വേണമെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മസാല എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മിക്സ് ഒരുവിധം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാനേ വേണ്ടത് ഇത്. അപ്പോൾ അതിന് വേണ്ടൊരു ഇത് മാറ്റിയിട്ട് ഒരു ചീനച്ചട്ടി വയ്ക്കുക. ചീനച്ചട്ടിയിൽ ഒന്നും കൂടെ അതായിക്കഴിഞ്ഞാൽ നമ്മളിവിടെ എണ്ണ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അത്ര ബോഡിക്ക് നന്നല്ല ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെ എണ്ണ കൂടുതൽ കുടിക്കുന്ന സാധനങ്ങൾ, സ്നാക്സും നമുക്ക് ബോഡിക്ക് അത്ര നന്നല്ല. എന്നാൽ കൂടി നമുക്ക് എപ്പോഴെങ്കിലും കഴിക്കണം തോന്നുന്നതൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്ത് പോയി എന്തായാലും മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കഴിക്കണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഈ ബ്രെഡിന് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കിണ്ണത്തിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ ഈ ബ്രെഡ് മുക്കിയിട്ട് അതിലത്തെ വെള്ളം നന്നായിട്ട് ഇതുപോലെ അങ്ങനെ പ്രസ് ചെയ്ത് കളയണം. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, വെജിറ്റബിൾ മിക്സ്, അങ്ങനെ അതുപോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു ഷേപ്പിൽ അങ്ങോട്ട് നമ്മുടെ ബ്രെഡ് അങ്ങനെ ഷേപ്പിൽ മടക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ റോൾ ചെയ്തെടുക്കുക. നല്ലത് അങ്ങനെയല്ല, ആ റോൾ ചെയ്ത് കൊണ്ടാണല്ലോ നമുക്ക് ഇതിന് ബ്രെഡ് റോൾ എന്നുള്ള പേര് വന്നത്. അപ്പോൾ അങ്ങനെ ഇത് റോൾ ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ കോൺഫ്ലോർ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ കോൺഫ്ലോർ മിക്സിൽ ഒന്നങ്ങോട്ട് മുക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് മുക്കിയിട്ട് അങ്ങനെ നമ്മുടെ ഈ ബ്രെഡിൻ്റെ ക്രംസിലും കൂടി മുക്കി ഒന്നുകൂടെ പുരട്ടുക എന്ന് തന്നെ പറയാൻ പറ്റും. അതിനപ്പോൾ വേറെ ഒന്നും എനിക്ക് പറയാൻ അറിയില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പുരട്ടിയിട്ട് അങ്ങനെ വേറൊരു പാത്രത്തിൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ കോൺഫ്ലവർ മിക്സിൽ ആദ്യത്തെ ഒന്ന് മുക്കാൻ മറന്നുപോയതാണ്, അതാണ് ഞാൻ പറഞ്ഞു, പക്ഷെ അത് കാണിക്കാതെ അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ രണ്ടാമത്തത് മുതൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോളൂ. അപ്പോൾ വീണ്ടും വേറെ ബ്രെഡ് എടുക്കുക, അതുപോലെ തന്നെ ആ മിക്സിൽ വയ്ക്കുക. അങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് എത്ര ബ്രെഡ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്കങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഷേപ്പിൽ ചിലപ്പോൾ ഷേപ്പ് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും നമുക്ക് പുറത്തുള്ളവർക്ക് കഴിക്കാനല്ലല്ലോ, നമ്മുടെ വീട്ടിലുള്ളവർക്ക് തന്നെ കഴിക്കാനല്ലേ. എന്ത് ഷേപ്പായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഷേപ്പിൽ നമ്മൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് ഇപ്പം ഞാൻ ആ മിക്സിൽ മുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കോൺഫ്ലോറിൻ്റെ മിക്സ് റെഡിയാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ ആ മിക്സിൽ മുക്കുന്നുണ്ട്. അപ്പോഴേക്ക് അത് കുറച്ച് കട്ട പിടിച്ചു, കാരണം വെള്ളത്തിൽ അങ്ങോട്ട് കട്ട പിടിച്ചു. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ കോൺഫ്ലോർ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണമല്ലോ, വെള്ളവും കോൺഫ്ലോറും കൂടിയിട്ട്. അപ്പോൾ ഒന്നിങ്ങോട്ട് ഇളക്കി കയ്യിൽ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ നമ്മളെ ഈ റോളുണ്ടല്ലോ, ആ റോളൊന്ന് അതിൽ മുക്കിയിട്ട് പിന്നെ ഈ ബ്രെഡ് ക്രംസിൽ ഇടുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഇതിൻ്റെ ശരിയായ രീതി. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ തെറ്റിപ്പോയതാണ്, എനിക്ക് മറന്നുപോയതാണ് കേട്ടോ, സത്യം പറഞ്ഞാൽ മറന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഇതേപോലെ ഓരോന്നോരോന്ന് നമ്മൾ റെഡിയാക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാം കേട്ടോ. Break down, always feel like I could break now, but I never let it take me to that place now. I won't ever let my thoughts get away now.
അപ്പോൾ ഇത് വന്നിട്ട് ഒരു പ്ലേറ്റിൽ നമുക്ക് വറുത്ത് കോരുന്ന സാധനം ഇടാൻ വേണ്ടിയിട്ട് 2 ടിഷ്യൂ പേപ്പറിൽ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. എണ്ണയൊന്നും അതിലേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നും ഇതിപ്പോൾ 2 ഇടാൻ പറ്റുള്ളൂ, കാരണം അല്ലെങ്കിൽ പൊടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട്, അതായത് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ ഈ റോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലെയിം കുറയ്ക്കുക കേട്ടോ. ഹൈ ഫ്ലെയിം ഇടണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി വേവിക്കുക. കാരണം ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കറുപ്പ് കളർ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് വേവിക്കുക. എന്തായാലും എണ്ണയിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിപ്പോവൊന്നുമില്ല, കാരണം നമ്മൾ 2 ഇട്ടിട്ടാണല്ലോ ചെയ്യണത്. ഇപ്പോൾ നിറയെ കുറച്ചും കൂടി വലിയ പാത്രമാണ്, നിറയെ എണ്ണ ഒഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതലിടാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു ചീനച്ചട്ടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ 2 ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. I got better things to do, picking fate now. I just wanna be the best, call me great now. I don't know if I'm okay or insane now. I remember better days on the playground, hoping I can find my way even when I'm feeling down. I fight, even when I don't know what is right. I'ma pick a side and I'ma take pride. I will decide my fate and I will never let them tell me who I am. If you try to shake me, I'll be damned. Planning അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതുപോലെ ഇരിക്കും കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, നമ്മുടെ ബേക്കറിയിലേക്ക് കാണുന്ന ആ ഒരു റോളിൻ്റെ ചിക്കൻ റോൾ പോലെ തന്നെയാണ്, പക്ഷേ നമ്മുടെ അതിൽ ചിക്കൻ ഇല്ലയെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു കളറിൽ ഇതുപോലെ തന്നെ ഉണ്ടാവുക. നമുക്ക് എങ്ങനെ ഷേപ്പ് ചെയ്യണോ, ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഷേപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ. എനിക്ക് ഏകദേശം ഇങ്ങനെയൊക്കെ അറിയുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, കാരണം ഇങ്ങനത്തെ ഒരു സമയത്ത് നമുക്ക് നല്ല മഴയും ഒക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് കട്ടൻ ചായയുടെ കൂടെ ഈ ഒരു ബ്രെഡ് റോള് ഇങ്ങനെ മുക്കി കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മഴയൊക്കെ ആസ്വദിച്ച് ചായ കുടിച്ച് അതിൻ്റെ കൂടെ ഈ ഒരു കടിയൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഡെയിലി ഓരോരോ കടികൾ ഉണ്ടാക്കാം. നമുക്ക് എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ ടൈം പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഉണ്ടാക്കി നോക്കുക കേട്ടോ, അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുകയല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോസും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അതിൽ ആളെന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Even when I don't know what is right, I'ma pick a side and I'ma take pride. I will decide my fate and I will never let them tell me who I am. If you try to shake me, I'll be damned. Planet on the ground.